എന്താ രാകേഷ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയല്ലേ ടെൻഡർ സെക്ഷനിൽ ഇരിക്കുന്നത്? എന്നിട്ട് ഇതുവരെ അത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ? ഐ എം സോറി മാഡം, ഈ ടെൻഡറിന്റെ വരവ് അങ്ങ് ഉയരത്തിൽ നിന്നാണ്. അതെ, എല്ലാവരും എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദൈവം ചെവി തുറന്നൊന്ന് കേട്ടാലല്ലേ. ചില കാര്യങ്ങൾ ഞാൻ അമ്മച്ചിയോട് പറയുമ്പോൾ അമ്മച്ചിയും കണ്ണീരോടെ കർത്താവിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. അമ്മച്ചിക്ക് അത്ര ഇഷ്ട സാറിനെ. പോട്ടെ സാറേ. പിന്നെ സാറേ, ആ ടൂറിസം വകുപ്പിന്റെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ലേ, ബീച്ച് റിസോർട്ടുകളുടെയും ഹോട്ടലുകളുടെയൊക്കെ, അതിന്റെ ലേലദിവസം ഇന്നാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഒന്ന് റിലാക്സ് ആകും സാറേ. ഞാനതിന്റെ ടെൻഡർ സമർപ്പിച്ചിട്ടില്ല. അതെന്ത് പറ്റി? സാറ് നേരിട്ട് ചെയ്യുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ അതിൽ ഇടപെടാഞ്ഞത്. അതല്ലടോ, കുറച്ച് വൈകിയേ ഞാൻ അറിഞ്ഞത്. സിത്താര മാം ആ പ്രൊജക്റ്റിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. സിത്താര മാം അതൊരു അവരുടെ ഡ്രീം പ്രൊജക്റ്റായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് മത്സരിക്കണ്ടെന്ന് തോന്നി. മാത്രമല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനൊരു മത്സരം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളൊക്കെ വേറെ ആയിരിക്കും. അതുകൊണ്ട് ഞാനതങ്ങ് ഒഴിവാക്കി. എന്നാ വേണ്ട സാറേ, നമുക്കതങ്ങ് വിട്ടേക്കാം. സിത്താര മാഡം അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൽ സിത്താര മാഡം തന്നെ വിജയിക്കും. ആ പ്രോജക്റ്റ് സിത്താര മാഡം തന്നെ ചെയ്യും. അക്കാര്യത്തിൽ അവരെ വെല്ലുവിളിക്കാൻ ആർക്കും സാധിക്കില്ല. ഒരു ഭാഗത്ത് സിത്താര മാമിൻ്റെ കഴിവുകളെക്കുറിച്ച് ഞാനും താനും പറയുന്നു, മറുഭാഗത്ത് നവീൻ്റെ കഴിവുകളെക്കുറിച്ചും പ്രാവീണ്യത്തെക്കുറിച്ചും സിത്താര മാം പറയുന്നു. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുവിൽ ഒരാളുണ്ട്, ഗാഥ. സത്യത്തിൽ ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും യഥാർത്ഥ പ്രശ്നം ഗാഥയാണ്, അയാളുടെ സ്വഭാവം. ഇനിയിപ്പോൾ ഇവിടെ നിന്നാലേ സാർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, നമുക്കൊന്ന് പുറത്തു പോവാം. ഞാൻ വണ്ടി ഓടിച്ചോളാം. സാർ സൈഡിലൊന്ന് ഇരുന്ന് തന്നാ മതി. അത് വേണോടോ? വേണം. സാറിന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സാർ ഇങ്ങോട്ട് വന്നേ. പുറത്തുപോയി കുറച്ച് ആളുകളെയൊക്കെ ഒന്ന് കണ്ട് അവർക്കിടയിലിരുന്ന് സംസാരിക്കുമ്പോൾ നമുക്കെല്ലാം ഓക്കെ ആവുന്നേ. ശരി, എന്നപ്പോ സാർ വാ. മൂർത്തി, ദിവസങ്ങൾ കഴിയുന്തോറും അനിയൻ കൂടുതൽ കൂടുതൽ ശക്തനായി വരിക. ഇപ്പൊ അവൻ ലേലം പിടിക്കാൻ പോകുന്ന ബിസിനസ് ഉണ്ടല്ലോ, അതൊരു ചെറിയ കാര്യമല്ല, ഒരു സാമ്രാജ്യം ഉണ്ടാക്കുന്നതിന്റെ തുടക്കം. ഇതൊന്ന് തുടങ്ങിക്കഴിഞ്ഞാലേ അവനെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കില്ല. എനിക്കെല്ലാം മനസ്സിലായി മാഡം. വെറുതെ ഇരിക്കുന്ന അനിയൻ സാറ് തന്നെ അപകടകാരിയാ. അപ്പൊ പിന്നെ മോളെ ചേർത്ത് പിടിച്ച് ലോകത്തിൽ ഏറ്റവും സന്തോഷവാനായി നടക്കുന്ന ആളെ പറയേണ്ടതില്ലല്ലോ. മൂർത്തി, ഇപ്പൊ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. മൂർത്തിക്ക് എന്താ തോന്നുന്നത്? സത്യത്തിൽ എന്റെ മനസ്സിലിപ്പോ ഒന്നുമില്ല. പക്ഷേ സാറ് പോകുന്നതിന്റെ പിന്നാലെ സാറിനെ പിന്തുടരാൻ തന്നെ എന്റെ തീരുമാനം. അതിനിടയിൽ എന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടെത്തും. മൂർത്തി, മൂർത്തി, അതെ, ഇന്ന് ഞാൻ തനിക്കൊരു അവധി പ്രഖ്യാപിച്ചിരിക്കുക. ഓക്കെ? എന്താ സാർ? സാധാരണ എൻ്റെ ഇത്തരം യാത്രകൾക്കൊക്കെ താനാണല്ലോ കൂടെ വരാറ്. പക്ഷേ ഇന്ന് എൻ്റെ സെക്രട്ടറി കം മാനേജർ എൻ്റെ മോളാ. ആയിക്കോട്ടെ സാറേ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. ഇതൊരു വലിയ തുടക്കമാണ് മൂർത്തി. ഇന്ന് ഞാൻ ജയിച്ചേ തിരിച്ചു വരൂ. ഇത്രയും കാലം ഒതുങ്ങണോ പതുങ്ങണോ എന്നായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. പക്ഷേ ശ്രീനിവാസ് തീരുമാനം മാറ്റി. എനിക്ക് കുതിക്കണം, അതുമാത്രമാണ് എൻ്റെ മനസ്സിൽ. അല്ലേ ചേച്ചി? നീ എന്ത് തീരുമാനം എടുത്താലും പൂർണ്ണമായിട്ടും ചേച്ചി അതിന്റെ കൂടെയുണ്ട്. പക്ഷേ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതെ, ഇവിടെ പറഞ്ഞോളൂ എൻ്റെ മോളോട്. ഇനി മോള് നിയന്ത്രിക്കുന്നു, ഞാൻ ആ വഴിയിലൂടെ ഇങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. നമുക്കിറങ്ങിയാലോ മോളെ? ചേച്ചി, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. നന്നായി വരട്ടെ. എന്ന് പോയി വരട്ടെ അമ്മായി. അച്ഛൻ പറയുന്നതൊക്കെ നേടിയിട്ട് തിരിച്ചു വരാവൂ. നീ കേട്ടല്ലോ? വാ മോളെ. ശരി അമ്മേ.
എന്താ ശാന്തി, നിനക്കതൊക്കെ കാണുമ്പോ സന്തോഷം തോന്നില്ലേ? ഉവ്വ് മാഡം. അച്ഛനും മോളും ഒരുമിച്ച് പോയ പോക്ക് കണ്ടില്ലേ? അതിനേക്കാൾ അധികം എന്ത് സന്തോഷം എനിക്ക് വേണ്ടേ? നിങ്ങൾ സംസാരിക്കേ. ഈ നാശം പിടിച്ചവളാ എല്ലാത്തിനും കാരണം. അവളെവിടെയെങ്കിലും ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് വളർന്നു വലുതായി അനിയന്റെ മുന്നിലേക്ക് അവൾ എത്തില്ലായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം മാഡം? എങ്കി ഞാനും പോവാൻ നോക്കട്ടെ. മൂർത്തി, മുടക്കാൻ പറ്റിയാ മുടക്കണം, മുടക്കാനായില്ലെങ്കിൽ കൊല്ലണം. അതല്ലാതെ ഒരു എക്സ്ക്യൂസുമായി ഇനി എന്റെ മുന്നിലേക്ക് വന്നു പോരുത്. ഇല്ല മാഡം. ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഇത് മാത്രമല്ല ഒരുപാട് പദ്ധതികൾ പ്ലാനിങ്ങിലുണ്ടെന്നാണ് കേട്ടത്. മിനിസ്റ്ററുടെ പി ആയിട്ട് സംസാരിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയിരുന്നു. ഈ ടെൻഡറിൽ സിത്താര ശ്രീനിവാസും കൂടി പങ്കെടുക്കുന്നുണ്ട്. പങ്കെടുത്ത ടെൻഡറുകളിലൊന്നും സിത്താര ശ്രീനിവാസ് തോറ്റിട്ടില്ല. മാം, വരൂ സിനി. ഗുഡ് മോർണിംഗ് രാകേഷ്. ഗുഡ് മോർണിംഗ് മാഡം. എന്താ ഇവിടുത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ? മാഡം, അതിന് ടെൻഡർ വിളിക്കാനുള്ള ആളുകളുടെ എണ്ണം വളരെ കുറച്ചേ ഉള്ളൂ. മാത്രമല്ല മാഡത്തിന്റെ ടെൻഡർ മറികടക്കാൻ ശേഷിയുള്ളവർ വളരെ കുറവാ. ചില ആളുകളുമായി മാഡം നേരിട്ട് സംസാരിച്ചിരുന്നല്ലോ. അവർ ടെൻഡറിൽ നിന്നും പിന്മാറിയിട്ടുണ്ട്. അവർ ഞാൻ പറഞ്ഞാൽ കേൾക്കും. അപ്പോ ഈ ലേല എനിക്ക് ഉറപ്പിക്കാം അല്ലേ രാകേഷ്? ഉറപ്പിക്കാൻ പറ്റില്ല മാഡം. മറ്റൊരു ടെൻഡർ കൂടിയുണ്ട്. ഹൂസ് ദാറ്റ്? നോ ഐഡിയ മാഡം. അയാളുടെ ഐഡന്റിറ്റി എന്താണെന്നോ അയാൾ കോട്ട് ചെയ്തിരിക്കുന്ന തുക എത്രയാണെന്നോ ഒരു ഐഡിയ ഇല്ല. എന്താ രാകേഷ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയല്ലേ ടെൻഡർ സെക്ഷനിൽ ഇരിക്കുന്നത്? എന്നിട്ട് ഇതുവരെ അത് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ? ഐ എം സോറി മാഡം. ഈ ടെൻഡറിന്റെ വരവ് അങ്ങ് ഉയരത്തിൽ നിന്നാ. എക്സാക്ട്ലി ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ച്.